എൻ്റെ ഒരു റീസെൻറ്റ് ഫേവറേറ്റ് സ്നാക്കാണ് ഇത്. എല്ലാവർക്കും അറിയായിരിക്കും, ഉന്നക്കായ. ഈ അടുത്താണ് ഞാനിത് കഴിച്ച് ഇത് ഇത്ര ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് ബേസിക്കലി നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴത്തിൻ്റെ ഉള്ളിൽ തേങ്ങയും പഞ്ചസാരയും ഏലക്കയും കാഷ്യൂനട്ടൊക്കെ ഇട്ടുള്ള ഫില്ലിങ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുത്ത പഴമാണ്, എന്നാൽ ഭയങ്കരമായിട്ട് പഴുത്ത പഴമായി പോകരുത്. ഭയങ്കരമായിട്ട് പഴുത്ത പോയത് ഇങ്ങനെ പ്ലീൻ ആയി പോകും. ഒരു ഡീസെന്റ് പഴുത്ത പഴം എടുത്തിട്ട് ആദ്യം വേവിക്കുക. അതിൻ്റെ ഉള്ളിലത്തെ നടുക്കത്തെ ഒരു കറുപ്പ് നാരുണ്ടാവില്ലേ, ആ നാരെടുത്ത് കളയുക. എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രൊന്ന് മാഷ് ചെയ്യുക. എന്നിട്ട് അതിങ്ങനെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ നമുക്ക് വേണ്ട ഷേപ്പിലാക്കാം. പക്ഷേ ഇതാണ് ടിപ്പിക്കലി കണ്ടുവരുന്ന ഷേപ്പ്. അപ്പം നമ്മൾ ഈ ഷേപ്പിൽ റോൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒന്ന് നെയ്യിൽ വാട്ടിയ തേങ്ങയും ശർക്കരയും ഏലക്കയും വേണേൽ കുറച്ച് ആർഭാടത്തിന് നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് ഈ ഫില്ലിങ് ഇതിനകത്താക്കുക. എന്നിട്ടിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. എൻ്റെ ഇപ്രാവശ്യം നാട്ടിൽ വരുന്നതിൻ്റെ മുന്നത്തെ ഒരു റീസെൻറ്റ് ഫേവറേറ്റ് സ്നാക്കാണിത്. കഴിഞ്ഞ പ്രാവശ്യം കല്ലുമ്മക്കായ ആയിരുന്നു. ഫുൾ ടൈം കല്ലുമ്മക്കായ കഴിച്ചു. ഇപ്രാവശ്യം ഫുൾ ടൈം ഉന്നക്കായ കഴിക്കുന്നു.